പാലിക്കണം. ഇത് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാ. എനിക്ക് പാലിക്കണം. വിദ്യാഭ്യാസ വായ്പ ലഭിക്കാത്ത കോളേജ് കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി നളിനി ആത്മഹത്യ ചെയ്യാനിടയായ സംഭവത്തിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ നടത്തിയ പ്രകടനം അക്രമാസക്തമായി. വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും കോലം കത്തിച്ചു. നളിനിക്ക് വായ്പ നിഷേധിച്ച ബാങ്കിന് നേരെയും ഉണ്ടായി. വിദ്യാർത്ഥികളുടെ പ്രതിഷേധ പ്രകടനങ്ങൾക്കൊപ്പം തൊഴിലാളികളും സാധാരണ സമരം ജനവിരുദ്ധമായ വിദ്യാഭ്യാസ നയമാണ്. ഇതിനിടെ നളിനിയുടെ ആത്മഹത്യയുടെ യഥാർത്ഥ കാരണത്തെപ്പറ്റി അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വ്യക്തിപരമായി പറഞ്ഞാൽ വിദ്യാഭ്യാസ വായ്പ കിട്ടാത്തതുകൊണ്ട് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പെൺകൊച്ചു ചാടി ചത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒരു ആൺകൊച്ചും കാണും. ഈ ആത്മഹത്യക്ക് വേണ്ടി പല പ്രണയനൈരാശ്യമോ മറ്റോ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ആ പെൺകൊച്ച് നേരെ ചൊവ്വേ ക്ലാസ്സിൽ ചെല്ലാറില്ലായിരുന്നെന്നാ അതിന്റെ സാർമാര് തന്നെ പറഞ്ഞു. ആ ദിവസങ്ങളിലൊക്കെ ആ പെൺകൊച്ച് എവിടെ പോയിരിക്കായിരുന്നു? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്ന ആത്മഹത്യകളെ പറ്റി മൗനം പാലിച്ച് നടന്നവരാണ് ഇപ്പോൾ വാളും പരിചയവുമായി ഇറങ്ങിയിരിക്കുന്നത്. ഇനി ഒരു നളിനി കൂടെ ഇവിടെ മരിക്കാതിരിക്കുവാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങേണ്ടിയിരിക്കുന്നു. കാള പറ്റെന്ന് കേട്ടപ്പോഴേ വടിയും കയറും എടുത്ത് ഇറങ്ങിയ കുട്ടിപ്പട്ടാളവും പ്രതിപക്ഷവും എല്ലാം ആദ്യം അതന്വേഷിക്കട്ടെ. അപ്പൊ പല കഥകളും പുറത്തു വരും. ഇത് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാ. എനിക്ക് പാലിക്കണം. ചൂടുള്ള വാർത്ത ഇന്നത്തെ ചൂടുള്ള വാർത്ത. ബാങ്ക് മാനേജറുടെ വധത്തിന് മുന്നിൽ ബൈ ദ പേപ്പർ. ബാങ്ക് മാനേജറുടെ വധത്തിന് പിന്നിൽ ബൈ ദ പീപ്പിൾ. അതെ, നടുക്കുന്ന ഈ ന്യൂസ് കേട്ടിട്ടും ഞെട്ടാതെ തേച്ചോണ്ട് നിക്കാ. അല്ല, ഒരുക്കം കണ്ടാ തോന്നും ബൈ ദി പീപ്പിളിനെ പറ്റി പിടിക്കാൻ പോവാന്ന്. പൊടി പിടിച്ച ഫയലുമായിട്ട് ഗുസ്തി പിടിക്കാൻ പോവാന്ന് നമുക്കല്ലേ അറിയൂ. കളിയൊക്കെ നീയല്ലേ പറഞ്ഞത് ഈ ജോലിയായ പിന്നെ നിനക്ക് മനസ്സമാനുണ്ടെന്ന്? അത് നേരാ. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ കത്തിയും തോക്കായിട്ട് ഇറങ്ങിയേനെ അവരെ പിടിക്കാൻ. കൊള്ളാം, ഒരു IPS കാരന്റെ ഭാര്യ പറയുന്ന വാചകം കൊള്ളാം. എന്താ പറഞ്ഞാല്? എന്തായാലും അവര് കൊല്ലുന്നത് നല്ല മനുഷ്യരൊന്നും അല്ലല്ലോ. ആ ബാങ്ക് മാനേജരെ പോലുള്ള ദ്രോഹികളെ അല്ലേ. ഞങ്ങള് രണ്ടാളും അവരുടെ സൈഡാ. രണ്ടാളോ? ഞാനും പിന്നെ ഈ കുഞ്ഞു പോലീസും. എന്തായി, തീർന്നില്ല രാഘവൻപിള്ള? ഇപ്പൊ തീരും സാർ. ഇത് ജാമ്പവന്റെ കാലത്തുള്ള ഗിയർ ബോക്സാ, മൊത്തം അഴിക്കേണ്ടി വരും.
പള്ളിയിൽ പോയി. അല്ല സാറേ, സാറിന്റെ ജീപ്പിന് എന്നിട്ട് പറ്റിയേ? ആ, ജീപ്പിനൊരു ചെറിയ റിപ്പയർ. ബെസ്റ്റ്. ഞാനൊരു കാര്യം പറഞ്ഞാൽ സാറിന് വിഷമം തോന്നരുത് കേട്ടോ. വണ്ടിക്കല്ല, സാറിന്റെ ഡിപ്പാർട്ട്മെന്റിനെ റിപ്പയർ വേണ്ട. അല്ലെങ്കിൽ പിന്നെ സാറിനെ പോലെ നല്ലൊരു ഓഫീസറെ ഇങ്ങനെ കൊണ്ടുപോയി മൂലയ്ക്ക് ഇരുത്തുമോ? എന്താ ഇയാളുടെ പേര്? സത്യനാഥൻ. ഡിപ്പാർട്ട്മെന്റിനെ എങ്ങനെ റിപ്പയർ ചെയ്യണമെന്നാ സത്യം പറയുന്നത്? കംപ്ലീറ്റ് അഴിച്ചു പണിയുന്നു സാറേ. ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, കംപ്ലീറ്റ് സിസ്റ്റം അഴിച്ചു പണിയണം. അതിനുള്ള പണിക്ക് നമ്മുടെ പിള്ളേര് തുടങ്ങിയിട്ടുണ്ട്. പിള്ളേരോ? ആ, എന്ന് വെച്ചാ ബൈ ദ പീപ്പിള്. ദൈവം തമ്പുരാൻ പന പോലെ വളർത്തി വലുതാക്കിയ ദുഷ്ടന്മാരല്ലേ അവര് പുല്ല് പോലെ അരിഞ്ഞു കളണേ. സാറിന് എന്തൊട്ട് തോന്നിയാലും കുഴപ്പമില്ല, ഞങ്ങളൊക്കെ അവരുടെ സൈഡാ. എന്നാലും നിയമത്തിന്റെ മുന്നിൽ അവർ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. ശരിയാ, അവര് തെറ്റുകാരാ. അപ്പോ ആ പെൺകുട്ടിയെ കൊന്ന ബാങ്ക് മാനേജർ ചെയ്താൽ ശരി? ആ, മതി മതി, ഇവിടെ നിർത്തിയാൽ മതി. സത്യൻ ഏതുവരെ പഠിച്ചു? സാറേ, MA ഫിലോസഫി, MA ഹിസ്റ്ററി. ഓ, മതി 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 മതി. ഇത്രയൊക്കെ പഠിച്ചിട്ടും ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ തോന്നൽ, ഇറ്റ്സ് നാച്ചുറൽ, എനിക്ക് മനസ്സിലാവും. ബട്ട് സത്യ, ക്രൈം ഈസ് ക്രൈം. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അല്ല, സാറിന് വീണ്ടും പണിയായെന്നാ തോന്നണേ. അതെന്താ? ഫോർ ദ പീപ്പിളിന് പകരം ബൈ ദ പീപ്പിൾ ഇറങ്ങിയിരിക്കല്ലേ? ഓ, അതാണോ? ഒരു വശത്ത് സമ്പന്ന വർഗം അനുഭവിക്കുന്ന ആഡംബര ജീവിതം, ഒപ്പം തന്നെ ഇങ്ങനെ ഒരു ജീവിതാഘോഷത്തിന്റെ പ്രലോഭനത്താൽ മനസ്സു തെറ്റിപ്പോകുന്ന പാവപ്പെട്ട പെൺകുട്ടികളെ ചൂഷണം ചെയ്യാൻ കാത്തു നിൽക്കുന്ന ഇടനിലക്കാർ. ഇതിനിടയിൽ എവിടെയോ നമ്മുടെ പെൺമക്കളുടെ മാനവും ദേഹവും ജീവിതവും ഒക്കെ വില പറയാൻ വെച്ചിരിക്കുകയാണ്. ഇനി ഒരു പെൺകുട്ടി പോലും അപമാനിക്കപ്പെടാതിരിക്കാൻ നമുക്കൊന്നിച്ചു പൊരുതാമെന്ന ആഹ്വാനത്തോടെ ഞാൻ ഈ ഉപവാസം ഉദ്ഘാടനം ചെയ്യുന്നു. അമ്മ ഗുളിക എടുക്കാൻ മറന്നു, അതാ ഞാൻ വന്നേ. ഞാൻ എന്നാ കോളേജിൽ പോട്ടെ. മീനാക്ഷിപ്പുഴയെ സംരക്ഷിക്കുക. സംരക്ഷണ സമിതി സിന്ദാബാദ്. മണൽ മാഫിയ തുലയട്ടെ. എന്താടാ ഈ മണൽ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഞങ്ങൾ സമ്മതിക്കത്തില്ല. അത് പറയാ നീ ആരടാ? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, ഈ മണലൂറ്റിനെതിരെ ഞാൻ കൊടുത്ത കേസിന്റെ വിധി വരട്ടെ. അതിനു മുമ്പ് ഈ ലോറി ഇവിടുന്ന് ഒരടി അനങ്ങില്ല. എടാ, നീ കളിക്കുന്ന ആരോടെന്ന് അറിയോ? അറിയാം കുമാര. പഞ്ചായത്തുകളെ മൊത്ത വിലക്കെടുത്ത് 10 ലോറി മണലിനുള്ള ലൈസൻസിന് പുറത്ത് 500-1000 ലോഡ് മണല് കടത്തി കോടികൾ സമ്പാദിക്കുന്ന നിന്റെ മുതലാളിമാരെ ഞങ്ങൾക്കറിയാം.